ഹലോ ഗായ്സ്, ഇന്നത്തെ നൈറ്റ് വ്ലോഗ് ആയാലോ. രാത്രി ആയപ്പോൾ ഇക്ക വന്ന സ്ഥിതിക്ക് എന്തായാലും പുറത്ത് പോകാൻ ഓർത്ത് രാത്രിയിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വണ്ടൂരിലുള്ള മെയിൻ ആയിട്ടുള്ള ടൗൺ സ്ക്വയറിൽ പോയി കുറച്ച് നേരം കുഞ്ഞുങ്ങളെ കൊണ്ട് പോയിരിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയിരുന്നു. അങ്ങനെ അവിടെ കുറേ നേരം ഓടി നടന്ന് ചാടി കളിച്ച ശേഷം അവർക്ക് വിശപ്പ് തുടങ്ങി. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മളെ മെയിൻ സ്പോട്ടായിട്ടുള്ള ചില്ലീസ് റെസ്റ്റോറൻറ്റിൽ വണ്ടൂരാണ് പോയത്. അവിടുത്തെ എനിക്കൊരു ഫേവറേറ്റ് ആയിട്ടുണ്ട്, അത് ഞാൻ അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കയറി നല്ല നടത്തൊക്കെ നടക്കുകയാണ് ന്യൂസ്. ഞങ്ങളങ്ങനെ കയറി ഒഴിഞ്ഞൊരു സ്പോട്ട് ഉണ്ടോ എന്നൊക്കെ തപ്പി നടത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തപ്പി ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്ന് ന്യൂസൊക്കെ സെറ്റ് ആയിരിപ്പുണ്ട്. അപ്പോൾ പിള്ളേർക്ക് എന്തായാലും നമ്മൾ ഉറപ്പിച്ച് വെച്ചിരുന്നത് റോസ്റ്റ് ആയിരുന്നു, കാരണം എരിവുണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് എന്തായാലും അത് വാങ്ങാം, വേറെ എന്തായാലും നമുക്ക് വാങ്ങിച്ചാൽ എരിവാവില്ലേ. അങ്ങനെ അവർക്കത് ഞങ്ങൾ ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് മെനു കൊണ്ട് തന്നു. മെനു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് പഠിച്ച് നിൽക്കാന്നല്ലാണ്ട് അതുകൊണ്ട് നമ്മൾ നോക്കും, നമുക്ക് നമ്മുടെ മെയിൻ ഫേവറേറ്റ് ഐറ്റം തന്നെയാണ് ഓർഡർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള റോസ്റ്റഡ് ചിക്കൻ എന്താ അവർ പെട്ടെന്ന് എത്തിച്ചു തന്നു. അത് വളരെ ഉപകാരമായി, കാരണം അല്ലെങ്കിൽ നമ്മൾ അവരെ പിന്നാലെ വെക്കണ്ടേ. കുഞ്ഞുങ്ങളുള്ളവർക്ക് അതിന് ബുദ്ധിമുട്ടറിയും. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1/4 മണിക്കൂറോളം വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞങ്ങളായിട്ടും മേശപ്പുറത്ത് വന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഇവിടെ ചില്ലീസിൻ്റെ ഫേവറേറ്റ് ആയിട്ടാണ് ഈ അൽഫാം പൊള്ളിച്ചത്. ഇത് നല്ലൊരു നൂൽ പൊറോട്ടൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ലൊരു മന്തി റൈസിൻ്റെ കൂടെയോ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. നല്ല എരിവുണ്ടാവും, പറയാം, നല്ല എരിവ്. നമ്മൾ കണ്ണ് തള്ളും, പക്ഷേ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ എരിവും തണുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂസ് അത് പഠിച്ച് വാങ്ങി കുടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവരുടെയൊക്കെ ഒന്ന് റെഡി ആക്കി ലെവലാക്കിയതിന് ശേഷമാണ് ഞാൻ കഴിക്കാൻ തുടങ്ങുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഐറ്റം, അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യണം. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നു. ടാറ്റാ, ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ.